കോഴിക്കോട് ഇതര സംസ്ഥാന തൊഴിലാളിയെ ഭീഷണിപ്പെടുത്തി പണം കവർന്നു. കൊടുവള്ളി സ്വദേശി നിസാമുദ്ദീനാണ് പിടിയിലായത്. ബീഹാർ സ്വദേശി ഫിറോസ് അലിക്കാണ് പണം നഷ്ടപ്പെട്ടത്. ഫോൺ പിടിച്ചു വാങ്ങിയ ശേഷം ഗൂഗിൾ പേ വഴി അക്കൗണ്ടിലേക്ക് 37,000 രൂപ കവരുകയായിരുന്നു. അനഘ ഹർഷൻ കോഴിക്കോട് നിന്ന് ചേരുന്നു. അനഘ, മറ്റ് സംസ്ഥാനത്ത് നിന്നും തൊഴിലിനായി എത്തിയ ഒരു ചെറുപ്പക്കാരൻ്റെ കയ്യിൽ നിന്ന് ഫോൺ പിടിച്ചു മേടിച്ച ശേഷം ഇയാൾ കവർച്ച നടത്തുകയായിരുന്നു അല്ലേ? തീർച്ചയായും ഗൗതം. അതായത് കോഴിക്കോട് കൊടുവള്ളി സ്വദേശിയായിട്ടുള്ള നിസാമുദ്ദീനാണ് ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. ഇയാൾ ബീഹാർ സ്വദേശിയായ ഫിറോസ് അലിയാണ് ഈ തട്ടിപ്പിന് ഇരയായിട്ടുള്ളത്. ഈ തട്ടിപ്പ് നടത്തിയിരിക്കുന്ന ഈ കൊടുവള്ളി സ്വദേശി നിസാമുദ്ദീൻ ചെറിയ മന്ത്രവാദമൊക്കെ നടത്തുന്ന ഒരാളാണ് എന്ന് കൂടി പോലീസ് പറയുന്നുണ്ട്. ഇങ്ങനെ മന്ത്രവാദം നടത്തി ഈ ഗൂഗിൾ പേ വഴി പണം തട്ടുന്ന ആളാണ് ഇയാൾ എന്ന് ഈ പിടിയിലായപ്പോഴാണ് പോലീസിന് ഈ രീതിയിൽ കൂടി ഒരു തട്ടിപ്പ് നടത്തുന്ന ആളാണ് ഇത് എന്നുള്ളൊരു കാര്യത്തിൽ വ്യക്തത വരുന്നത്. എന്തായാലും ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് പോലീസ്. ഇയാൾ ആ രീതിയിൽ മന്ത്രവാദ പ്രവർത്തനം അടക്കം നടത്തി വലിയ രീതിയിൽ പണം തട്ടിയെടുക്കുന്ന ഒരാൾ കൂടിയാണ് എന്നുള്ള കാര്യം കൂടി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ആ രീതിയിൽ അന്വേഷണം നടക്കുകയാണ്. ഈ കാര്യത്തിലൊക്കെ കുറച്ചുകൂടി വ്യക്തത വരുത്തേണ്ടതുണ്ട്. എന്തായാലും ഈ ബീഹാർ സ്വദേശിയായിട്ടുള്ള ഫിറോസിന്റെ ഫോൺ ഇയാൾ തട്ടിയെടുക്കുന്നു. അതിനുശേഷം ഈ ഫിറോസിന്റെ ഗൂഗിൾ പേ നമ്പർ കരസ്ഥമാക്കുന്നു. ഈ ഗൂഗിൾ പേയിൽ നിന്ന് വലിയ രീതിയിൽ പണം കവരുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അന്വേഷണം തുടരുകയാണ്. ഓക്കെ, അനഘയാണ് വിശദാംശങ്ങൾ നൽകിയത്.